അറ്റ്ലീസ്റ്റ് 20 കുട്ടി അല്ലല്ല അത് വെറുതെ അറ്റ്ലീസ്റ്റ് 20 കുട്ടികളുടെ കഥയെങ്കിലും എനിക്കറിയാം. ഞാൻ ഫ്ലോറിലായിരിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് 20 കുട്ടികളുടെ കഥ എനിക്കറിയാം. അവർ ആത്മഹത്യ ചെയ്തവരാണ്. അതെ, പുനഃപരീക്ഷ എഴുതി ക്ലിയർ ചെയ്ത ആ മീഡിയ വണ്ണിന്റെ പരിസരത്തുള്ള കുട്ടികളോടെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്ന കഥ കേൾക്കൂ. മീഡിയ വണ്ണിന്റെ പരിസരത്തുള്ള കുട്ടികളോട് സംസാരിച്ചില്ല എന്നുള്ളതല്ല. ഈ പരീക്ഷയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ പരീക്ഷാ സംവിധാനം തകർന്ന് തരിപ്പണമായതിന്റെ പേരിൽ സോറി പപ്പ മമ്മി എന്ന് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്ത അടക്കം 20 കുട്ടികളുടെ കഥ ഞങ്ങൾക്ക് പഠിക്കാനാണ് സമയം വേണ്ട എന്ന് പറഞ്ഞ ഒരു മാന്യനാണോ ആ മരിച്ച 20 കുട്ടികളാണോ നിങ്ങളുടെ അനുഭാവം? ഈ രാജ്യത്ത് ഓരോ തവണയും പരീക്ഷ കഴിയുമ്പോൾ ഈ നിർഭാഗ്യകരമാണ്, വേദനാജനകമാണ്. കുട്ടികൾ, ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യുന്നത് ഇവിടെ ഉള്ള കാര്യമാണത്. വളരെ വിഷമമാണ്, വേദനാജനകമാണ്. SSLC പരീക്ഷ കഴിയുമ്പോഴും, എന്തിന് സിവിൽ സർവീസ് പരീക്ഷ കഴിയുമ്പോൾ മുതിർന്ന കാൻഡിഡേറ്റ്സ് അങ്ങനെയുള്ളവർ വരെ ആത്മഹത്യ ഈ രാജ്യത്ത് ആ പ്രഷർ താങ്ങാൻ പറ്റാതെ ചെയ്യാറുണ്ട്. അത് ഇത്തവണയും നിർഭാഗ്യവശാൽ വേദനാജനകമാണത് സംഭവിച്ചിട്ടുണ്ട്. അതിനെ ഞാൻ നിസ്സാരമായിട്ട് കാണുകയല്ല ചെയ്യുന്നത്. ഈ രാജ്യത്ത് സ്ഥിരം നടക്കുന്നൊരു കാര്യമാണത്. അതെങ്ങനെ ഫേസ് ചെയ്യണം, അതിനെ സൈക്കോളജിക്കലായിട്ടും സയൻറ്റിഫിക്കായിട്ടും ഈ കുട്ടികളുടെ മുകളിലുള്ള സമ്മർദ്ദം എങ്ങനെ കുറയ്ക്കാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി ഭരണകൂടവും പൊതുസമൂഹവും ചിന്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഒരു സംശയവുമില്ല, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിനെ നിങ്ങൾ ഈ രീതിയിൽ അതായത് ഈ പുനഃപരീക്ഷ നടത്തേണ്ടി വന്നതുകൊണ്ടാണ് ഈ 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തത് എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിച്ച് ഇവിടുത്തെ പരീക്ഷാ സംവിധാനം മുഴുവൻ തകർന്നു. കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ഇതിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. ഈ നറേറ്റീവ് സൃഷ്ടിക്കുന്നതിനെയാണ് ഞാൻ വിമർശിക്കുന്നത്. പരീക്ഷാ സംവിധാനത്തിൽ പിഴവൊന്നുമില്ലെന്നാണ് താങ്കൾ പറയുന്നത്. 152 പരീക്ഷകളുടെ സംഗതികൾ ചോർന്നതിനെ കുറിച്ചുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഈ സമരക്കാർ ഉന്നയിക്കുന്നത്. പ്രശ്നമുണ്ട്. അതുകൊണ്ട് എല്ലാ തവണയും പരിഹരിക്കുമെന്നാണ് വാഗ്ദത്തം ചെയ്തത്. എല്ലാ തവണയും ഈ പരിഹരിക്കുന്നുള്ള വാഗ്ദത്തം ചെയ്യും. എല്ലാ പരീക്ഷയ്ക്കും മുമ്പും പ്രധാനമന്ത്രി വന്ന് എങ്ങനെ ആങ്സൈറ്റി പരിഹരിക്കാമെന്ന് ക്ലാസ് എടുക്കും. അതേസമയം പരീക്ഷാ പേപ്പർ ചോർന്നു കഴിഞ്ഞാൽ പിന്നെ പ്രധാനമന്ത്രിയെ കാണാനുമില്ല. അതിന് മുമ്പ് വരെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ ആങ്സൈറ്റി എങ്ങനെ മറികടക്കാം, എങ്ങനെ പഠിച്ചതെല്ലാം ഓർത്തു വെക്കാം എന്നൊക്കെ പ്രധാനമന്ത്രി ക്ലാസ് എടുക്കും. പക്ഷെ അതിനുശേഷം ചോദ്യപേപ്പർ ചോരുന്നു, പരീക്ഷ പൊളിയുന്നു, പിന്നെ പ്രധാനമന്ത്രിയെ കാണാനില്ല. 12 വർഷം മുമ്പ് നരേന്ദ്രമോദി കൊണ്ടുവന്നതാണല്ലോ ഈ നീറ്റ് എക്സാം. ആ 12 വർഷം മുമ്പ് വരെ ഈ രാജ്യത്തെ എല്ലാ പരീക്ഷകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മോദി കൊണ്ടുവന്നല്ലേ ഈ രാജ്യത്തെ? അത് കോടതി നിർദ്ദേശപ്രകാരം കൊണ്ടുവന്നതാണത്. കോടതി പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണത്. ഈ രാജ്യത്ത് പരീക്ഷ എന്ന് പറയുന്ന ഏർപ്പാടും പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുന്നതും അത് ഇവിടെ ചർച്ചയാകുന്നതും ഈ 2014 ശേഷം മാത്രം സംഭവിച്ച ഒരു സംഭവവികാസമാണ്, ഒരു പ്രതിഭാസമാണ് എന്നത് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൂടെ പറയണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം 2014 മുതൽ 2014 മുമ്പുള്ള കഥയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നിങ്ങളാണല്ലോ ഇപ്പൊ ഭരിക്കുന്നത് BJP ആണ്. മറ്റേ 2014 മുമ്പുള്ള എല്ലാ സംഗതികളും 2014 മുമ്പുള്ള സംഗതികളെല്ലാം മാറ്റിമറിക്കാൻ വന്ന സർക്കാരാണ് സർക്കാർ. അല്ല, 2014 മുമ്പുള്ള എല്ലാ കെടുതികളെയും മാറ്റിമറിക്കാൻ വന്ന സർക്കാരാണ് ഈ സർക്കാർ. ഈ സർക്കാരിന്റെ കീഴിൽ പരീക്ഷാ സംവിധാനത്തിൽ കുഴപ്പമുണ്ടെന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ ആളാണ്. നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ ആൾ പറയുന്നു പരീക്ഷാ സംവിധാനത്തിൽ കുഴപ്പമുണ്ട്. 2ാം റാങ്കുകാരനെ കിട്ടി മോദിക്ക് വേണ്ടി സംസാരിക്കാൻ, 3ാം റാങ്കുകാരനും ബാക്കിയുള്ള റാങ്കുകാരും എല്ലാം പറയുന്നത് കുഴപ്പമുണ്ടെന്നാണ്.